മുൻ LDF സർക്കാരിന്റെ വിവാദമായ കെ-റെയിൽ പദ്ധതിക്ക് പകരമായി UDF സർക്കാർ വിഭാവനം ചെയ്യുന്ന പുതിയ അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കം. മെട്രോമാൻ E. ശ്രീധരൻ സമർപ്പിച്ച ബദൽ റെയിൽവേ പദ്ധതിയുടെ പ്രായോഗികതയും സാമ്പത്തിക സാങ്കേതിക വശങ്ങളും വിശദമായി പരിശോധിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ 4-അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ചു. ഗതാഗത സെക്രട്ടറി അധ്യക്ഷനാകുന്ന സമിതിയാണ് പദ്ധതിയുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക. മുൻപ് കെ-റെയിൽ പദ്ധതിയുടെ പരിസ്ഥിതി ആഘാതങ്ങളെ മുൻനിർത്തി അതിനെ ശക്തമായി എതിർത്തിരുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീധർ രാധാകൃഷ്ണനെ ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. E. ശ്രീധരൻ മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങൾ സാങ്കേതികമായും സാമ്പത്തികമായും എത്രത്തോളം കേരളത്തിന് അനുയോജ്യമാണെന്ന് ഈ 4-അംഗ സംഘം വിലയിരുത്തും. E. ശ്രീധരന്റെ ബദൽ നിർദ്ദേശം അനുസരിച്ച് ഏകദേശം 60,000 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. പുതിയ പാത യാഥാർത്ഥ്യമാകുന്നതോടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് വെറും 3.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ അതിവേഗ പാത കണ്ണൂരിൽ അവസാനിപ്പിക്കാതെ കാസർഗോഡ് വരെ നീട്ടുന്ന കാര്യവും UDF സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ട്. കെ-റെയിൽ പദ്ധതിയെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ അളവിൽ മാത്രം സ്ഥലം ഏറ്റെടുത്താൽ മതിയെന്നതാണ് E. ശ്രീധരന്റെ പദ്ധതിയുടെ പ്രധാന മെച്ചമായി ചൂണ്ടിക്കാണിക്കുന്നത്. കെ-റെയിൽ നിന്ന് വ്യത്യസ്തമായി പരമാവധി തൂണുകൾ ഉയർത്തിയുള്ള പാതകളും തുരങ്കങ്ങളിലൂടെയുള്ള ഭൂഗർഭ പാതകളുമാണ് പുതിയ പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നത്. ഇത് പരിസ്ഥിതിക്കും ജനവാസ മേഖലകൾക്കും ഉണ്ടാക്കുന്ന ആഘാതം കുറയ്ക്കും. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് മുൻപ് കെ-റെയിൽ വിരുദ്ധ സംരക്ഷണ സമിതി മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങളും പുതിയ സമിതി വിശദമായി പരിശോധിക്കും.